മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപടികൾ ഊർജിതമാക്കി വനംവകുപ്പ്. വന്യജീവി ആക്രമണം തടയുന്നതിന് പ്രത്യേക സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വന്യജീവി സംഘർഷം നേരിടുന്ന പ്രദേശങ്ങളെ 12 മേഖലകളായി തിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക. വന്യജീവി ആക്രമണം രൂക്ഷമായ പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്ത് ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള നടപടികളാണ് 30-ാം തീയതി വരെ നടക്കുക. ഇതിനായി പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്യജീവി സംഘർഷം കൂടുതലുള്ള പഞ്ചായത്തുകളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കും. അതുപോലെ തന്നെ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് വെക്കും. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് നമ്മൾ കംപ്ലയിൻറ്റുകൾ സ്വീകരിക്കും. ആ 15 ദിവസത്തിനകത്ത് നമ്മൾ ഡിവിഷൻ തലത്തിൽ തീർപ്പാക്കാൻ പറ്റുന്ന പരാതികളൊക്കെ പരിഹരിക്കും. പിന്നീടുള്ള നമ്മൾ ഡിവിഷൻ തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ പരിഹരിക്കും. ഇതുവരെ വനംവകുപ്പ് മാത്രമാണ് പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നതെങ്കിൽ മറ്റ് സർക്കാർ വകുപ്പുകളുടെ സഹകരണം ഇനി മുതൽ ഉറപ്പാക്കും. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തുകളും വനംവകുപ്പിനോട് സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുകയും അവരെ ഓരോ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വന്യജീവികളുടെ ആക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റുമായി ചേർന്നുകൊണ്ട് പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈറേഞ്ച് സർക്കിളിൽ ഇടുക്കി ജില്ലയിൽ നിന്നും 87-ഉം കോട്ടയം ജില്ലയിൽ നിന്ന് 15-ഉം എറണാകുളം ജില്ലയിൽ നിന്നും 37 പരാതികളുമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.